സത്യപ്രചരണ പദയാത്രയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹനെ കടന്നാക്രമിച്ച് എൽദോസ് കുന്നപ്പിള്ളി. പോണേക്കാവ് പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ MLA പുകഴ്ത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗം ഇപ്പോൾ നടത്തുന്ന നുണപ്രചരണമാണെന്നും കുന്നപ്പിള്ളി തുറന്നടിച്ചു. ഇനിയും UDFനെ ചൊറിയാൻ വന്നാൽ അനുഭവം വളരെ മോശമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1 കോടിയിൽ പരം രൂപ അനുവദിച്ച് പുല്ലുവഴി പാനേക്കാവ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ MLA അതിരുവിട്ട് പ്രശംസിച്ചിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ വേദിയിലെത്തിയപ്പോൾ ഇവർ സത്യം മറച്ചുവെച്ച് നുണപ്രചരണം നടത്തുന്നത് ശരിയല്ല എന്ന് എൽദോസ് കുന്നപ്പള്ളി കുറ്റപ്പെടുത്തി. സമാധാനകാംക്ഷിയും അങ്ങനെ നുണ പറയുന്ന ഒരാളായിട്ട് ഞാൻ അവർ കരുതിയിട്ടില്ല. ഒരു സഹോദരിയെ പോലെ ഞാൻ സ്നേഹിക്കാറുള്ളൂ. പക്ഷെ അവർ ഇന്നലെ MLA ഓഫീസിന് മുന്നിൽ ഒരു പ്രസംഗം നടത്തി. അവരവരുടെ പിതാവിന്റെ മഹിമ കളയുന്ന രീതിയിൽ പ്രസംഗിക്കരുത്. PKV നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാളും നമ്മൾ ഇന്നും ആദരിക്കുന്ന രാഷ്ട്രീയത്തിനധികം ബഹുമാനിക്കുന്ന നേതാവാണ് PKV. അവരുടെ മകൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. പക്ഷെ അവർ ഇന്നലെ പ്രസംഗിച്ചത് വളരെ മോശപ്പെട്ട പ്രസംഗം. അവർ പറയുകയാണേ, MLAക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് പോണേക്കാവ് പാലമുണ്ട്. ആ പാലത്തിന് ഇപ്പോൾ ഏകദേശം 1,40,00,000 രൂപ പുള്ളി എന്തിനനുവദിച്ചു? ഇതിന്റെ ആവശ്യമുണ്ടോ? പണി പൂർത്തീകരിച്ചിട്ടില്ല. എന്താണ് പൂർത്തീകരിക്കുന്നത്? ഇതെല്ലാം പുള്ളി ഇതിന് പണം അനുവദിച്ച് പുള്ളിക്കാതെ എഴുതി ഞാനാണ് പണം അനുവദിച്ചത്. അവര് ആദ്യം 1 കോടി രൂപ ഞാൻ പറഞ്ഞ് അനുവദിച്ചപ്പോ ഇവരിവിടെ പോസ്റ്റ് വെച്ചു. CPIയുടെ നേതാവ് പറഞ്ഞതനുസരിച്ച് വന്ന ഈ ഫണ്ട്, അന്ന് അവർക്ക് ഫണ്ടായിരുന്നു. അന്ന് ഒരു തള്ള ഉണ്ടായിരുന്നില്ല, ഇപ്പൊ 2 തള്ളയായി. ഒരു തന്ത 2 തന്തയെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പ്രശ്നം അവരെ കൊടുത്ത എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ എടുത്ത എസ്റ്റിമേറ്റ് 1,40,00,000 രൂപ. അത് 1,21,00,000 രൂപ ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വലിയ കുത്തൊഴുക്ക്, അലൈൻമെന്റിൽ മാറ്റം വന്നു, റീഡിസൈൻ ചെയ്തു. അപ്പോൾ പണം തികയില്ല. പണം 1,60 വേണം, 20 ലക്ഷം രൂപ അധികം വേണം. നിലവിലുള്ള പണത്തിന് 90%ഉം 95% പണി കഴിഞ്ഞു. ഇനി വേണ്ടത് ഗവൺമെന്റിന്റെ AS ആണ്. ഗവൺമെന്റ് AS കിട്ടാതെ പണം നൽകാതെ എങ്ങനെ പാലം പണിയും? ഇവരെ പാലം പണിയാൻ വേണ്ടിയിട്ടുള്ളവരല്ല, പാലം വലിക്കാൻ വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് ശാരദാ മോഹൻ ചേച്ചി, നിങ്ങൾ പറഞ്ഞത് വളരെ മോശമാണ്. സത്യം അറിയാമെന്നിരിക്കെ അത് മൂടി വെച്ചുകൊണ്ട് കള്ളം പറയുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം അന്തസ്സിന് ചേരുന്നതല്ല എന്നാണ് സഹോദരിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ കേൾക്കുന്നില്ല എന്ന് കരുതി എന്തെങ്കിലും പറയും എന്നുള്ളതല്ല. ഞാനീ പറയുന്നതും കേൾക്കുന്നുണ്ട്, അവരും കേൾക്കുന്നുണ്ട്, നവമാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കള്ളം പറയുന്നത് ശരിയല്ല. ഏവരും ആദരിക്കപ്പെട്ടിട്ടുള്ള മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ അദ്ദേഹത്തിന്റെ പേരിനൊത്ത രീതിയിൽ പ്രവർത്തിക്കണമെന്നും എൽദോസ് കുന്നപ്പള്ളി സൂചിപ്പിച്ചു. ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി വാതുറക്കുന്ന സ്വഭാവം മാറ്റണമെന്നും അദ്ദേഹം പൊതുവേദിയിൽ തുറന്നടിച്ചു. അത് ഉള്ളതല്ല, അത് മാറ്റി കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലും കാണിക്കാൻ വേണ്ടേ? വികസനങ്ങളുടെ പെരുമഴയാണ്. ഈ 9 വർഷം കൊണ്ട് 2,000 കോടി രൂപയുടെ വികസനങ്ങൾ നൽകാൻ കഴിയും എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുക. പിന്നെ പദ്ധതികൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് നിർമ്മിക്കാൻ കഴിയുമോ? ആ പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് നേട്ടം. കേന്ദ്ര ഗവൺമെന്റിൽ PMGSY റോഡ് 60% കേന്ദ്ര ഗവൺമെന്റ്, 40% സംസ്ഥാന ഗവൺമെന്റ്, 175 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നു. നമുക്ക് അനുമതി കിട്ടി, അംഗീകാരം കിട്ടി. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കുണ്ട്. വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വരരുത് എന്നാണ് LDF സഖാക്കളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിച്ചു. അവരൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് എനിക്കറിയാം. അതിനുള്ള മറുപടിയൊക്കെ കുറുപ്പും പടിയിൽ വെച്ച് വീണ്ടും തരുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കില്ല. ഏതായാലും ഇവിടുത്തെ സഖാക്കൾക്ക് സന്തോഷമാകട്ടെ. കാരണം അവർക്ക് പേടിയുണ്ട്. വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം വളരെ മോശവും വളരെ ശോചനീയവും വളരെ ശോകവുമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പിന്നെ അവർക്കെതിരെ സമരം നടത്താൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ എനിക്കെതിരെ ആയിക്കോട്ടെ എന്ന് കരുതി സമരം വെച്ചു എന്ന് മാത്രം. സന്തോഷമുണ്ട് ഇവരിങ്ങനെ ഇറങ്ങുന്നത്. പണ്ടൊരു സിനിമ പറയുന്നുണ്ടല്ലോ, DYFIക്കാരൻ ഇപ്പൊ വെള്ളക്കൊടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 9 വർഷങ്ങൾക്ക് ശേഷം സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിലും ആ നിയമപുസ്തകം ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ സിനിമയില് എന്ന് പറയുന്ന പോലെയാണ്. ഇത്രയും നാൾ കഴിഞ്ഞിപ്പോൾ DYFIക്കാരനും CPIക്കാരനും ഒക്കെ
തെരഞ്ഞെടുപ്പിൽ ഇടതു നേതാക്കൾ നടത്തിയ പണം വീതം വയ്ക്കലിനെ കുറിച്ചും അതുമൂലം ചില നേതാക്കൾ സസ്പെൻഷനിൽ പോയ കാര്യങ്ങളെക്കുറിച്ചും എൽദോസ് കുന്നപ്പള്ളി MLA പരസ്യ പ്രതികരണം നടത്തി. എത്രയോ മഹാന്മാരിരുന്ന കസേരയാണ് ഈ ലെനിൻ സെന്ററിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഇരിക്കുന്ന കസേര. ആ കസേര അവൻ ഇരുന്നാൽ ബാക്കി ഞാൻ പറയുന്നില്ല, വേറൊരാൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ആരൊക്കെയായിട്ട് ഈ ജില്ലാ സെക്രട്ടറി ഇരുന്ന മുൻപാരായിരുന്നു? CN മോഹൻ എന്തെങ്കിലും വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇവിടെ എനിക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി നമ്മുടെ ഇടുക്കിയിലുള്ള MM മണി സഖാവിനെ കൊണ്ടുവന്നു. MM മണിയായിട്ടോ വളരെ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവരും MM മണി എന്തിലും പറയും, കേട്ട് ചിരിക്കാം എന്ന് കരുതിയിരുന്നപ്പോ MM മണി ഇവിടെ വന്ന് എന്ത് പറഞ്ഞു? അവൻ എൻ്റെ ഒരു പയ്യനാണ്, എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ ഞാഞ്ഞടിച്ചു. എന്നോട് MM മണി നേരിട്ട് പറഞ്ഞതാ, നിനക്കെതിരെ പ്രസംഗിക്കാൻ പറയാൻ പറ്റുമോ? നുണ പറയുന്ന സ്വഭാവം എനിക്കില്ല. കുറച്ച് അശ്ലീലമൊക്കെ പറയുമെങ്കിലും ഞാൻ നുണ പറയില്ല, മാന്യനാണ്. ഈ ജില്ലാ സെക്രട്ടറിക്ക് ഒരു മര്യാദയില്ല, ഒരു മാന്യതയില്ല. ആ പദവി നാശനഷ്ടപ്പെടുത്തി പോകാൻ പോവുക. എത്രയോ ആളുകൾ നന്നായി കൊണ്ടുപോയ CPM-ന്റെ ജില്ല, അവര് വേണ്ടേ? CPM നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കോൺഗ്രസ്സുകാര്. ഇന്ത്യ മുന്നണിയിൽ അവരുണ്ട്, നമ്മളാണ് അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അവരില്ലെങ്കിൽ മതേതര ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് കരുതുന്നവരെ നമ്മൾ. പക്ഷെ അവർക്കെന്താ പ്രശ്നം? അവർക്ക് പ്രശ്നം നമ്മളിവിടെ മതേതരത്തെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹം എന്താ? ഈ ആങ്ങളാൻ എത്താനും വേണ്ടില്ല, നാത്തുവിന്റെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക മാനസികാസുഖമുള്ള ജീവികളായി അവർ അനുവദിച്ചുകൊണ്ടിരിക്കുക. ഈ റോഡിന് പണം അനുവദിക്കണമെങ്കിൽ ഈ NC മോഹനനും ഈ സാജു പോളും ഒരു ഇന്നോവ എടുത്ത് തിരുവനന്തപുരത്ത് പോയിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിയും കണ്ട് ഒരു 25 കോടി രൂപ പാസ്സാക്കിയ പോരെ? വണ്ടി വിട്ടുവിടണം കേട്ടോ. അവര് അങ്ങനെ വണ്ടി, സ്വന്തം വണ്ടിക്ക് യാത്ര ചെയ്യുന്ന ആളിലല്ല അവര്. വണ്ടിയും സംവിധാനം നമ്മൾ കൊടുക്കുമായിരുന്നു. അവിടെ പോയി മന്ത്രിയോട് പറഞ്ഞ പോരെ? മുഖ്യമന്ത്രി പറയാൻ മുൻപിൽ അദ്ദേഹം എന്തിനാ പോണത്? ബൈപ്പാസിന് പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുമെന്ന് പേടിച്ച് ബൈപ്പാസ് 2016 ബജറ്റിൽ അനുവദിക്കാതിരുന്നപ്പോ അദ്ദേഹം വീണ്ടും വന്ന് മന്ത്രിയോട് പറഞ്ഞു, ഒരിക്കലും അനുവദിക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് വേറെ വഴിയൊക്കെ അറിയാവുന്നതുകൊണ്ട് വേറൊരു വഴിയോടെ ഞാൻ പോയി ഫണ്ട് അനുവദിച്ചു മേടിച്ചു. ഇവിടെ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ ഇവരെന്തിനാണ് കൂട്ടം കൂടി മന്ത്രിയെ പ്രത്യേകമായി പോയി കണ്ടത്? മന്ത്രിയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മന്ത്രി ആദ്യം TPയിൽ വരണം. മന്ത്രി പാവം വിചാരിച്ചു ചാവടിക്കാനായിരിക്കും, ഭക്ഷണം വരും, ഒന്നും കട്ടൻ ചായ പോലും കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ ബൈപ്പാസും പണിത് ഫണ്ടും കൊടുത്താ ഞങ്ങളോട് കാര്യങ്ങളും ചോദിക്കരുത്, ഇനി രക്ഷയില്ല. ആ മന്ത്രിക്ക് പിന്നെ ഒരു ഇതുണ്ടായിട്ടില്ല. അവിടെ ഇറങ്ങി വന്ന് ആ മന്ത്രി പോയി. ഈ റോഡിന്റെ ഫണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ കള്ളന്മാരാ ഇവര്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.